നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കോട്ടയം കാരിത്താസ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രെയിൻ തട്ടി യുവതിയും ഏകദേശം 35 വയസ്സ് പ്രായം വരുന്ന യുവതിയും അവരുടെ 5 വയസ്സോളം പ്രായമുള്ളൊരു കുട്ടിയും മരണപ്പെട്ടിരുന്നു. രാവിലെ 10 മണിയോടുകൂടി ശബരി എക്സ്പ്രസ് ഇടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. മരിച്ചവരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. കോട്ടയം കാരിത്താസ് റെയിൽവേ ഗേറ്റിന് സമീപത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ഈ അപകടത്തെ തുടർന്ന് ഇവരുടെ മൃതദേഹം ഏതാണ്ട് അരമണിക്കൂറോളം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഗാന്ധിനഗർ പോലീസും കോട്ടയം അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി ഈ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവ വിവരം അറിഞ്ഞ് കോട്ടയം ഏറ്റുമാനൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ട്രെയിൻ വരുന്ന സമയത്ത് ഇവർ റെയിൽവേ ട്രാക്കിൽ നിൽക്കുകയും തുടർന്ന് ലോക്കോ പൈലറ്റ് ഹോൺ അടിച്ചെങ്കിലും ട്രെയിനിന് മുന്നിൽ നിന്നും മാറിയില്ല എന്നുമാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് അപകടമാണോ ആത്മഹത്യയാണോ എന്നത് സംബന്ധിച്ച് ഇനിയും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഏറ്റുമാനൂർ പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു അപകടത്തെ തുടർന്ന് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു 35 വയസ്സ് പ്രായമുള്ള ഒരു യുവതിയും ഇവരുടെ ഏകദേശം 5 വയസ്സ് പ്രായം വരുന്ന ഒരു കുട്ടിയുമാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നാണ് ഇവരുടെ കയ്യിലെ പച്ചകുത്തലും വേഷവും അടക്കം കണ്ട് പോലീസ് പറയുന്നത്. ഈ യുവതി അപകടത്തെ തുടർന്ന് യുവതിയുടെ ശരീരം ഛിന്ന ഭിന്നമായി പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കുട്ടിയുടെ തലയ്ക്കാണ് പരിക്കേറ്റതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരമൊരു ദാരുണമായ സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് കോട്ടയം ഏറ്റുമാനൂർ നിവാസികൾ. കോട്ടയം കാരിത്താസിൽ നിന്നും ടീം ജാഗ്രത.